ഏതാണ്ട് 3 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഗ്രീൻബർഗ് റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. വന്ന് കയറുമ്പോൾ ഉള്ള ക്ലൈമറ്റ് നോക്കിയേ. പിന്നെ നമ്മൾ എറണാകുളത്ത് നിന്ന് വരുന്നവരാണെങ്കിൽ ആ വശത്ത് നിന്ന് വരുന്നവർക്കൊക്കെ നല്ല റോഡാണ്. ഇങ്ങോട്ട് കയറി വരുന്ന റോഡിൽ ചെറിയ ചില ഘട്ടങ്ങൾ മാറ്റി നിർത്തിയാൽ എല്ലാം പെർഫെക്റ്റാണ്. വരുമ്പോൾ കിട്ടിയ ക്ലൈമറ്റാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ എങ്ങനെയുണ്ട് നവി? അടിപൊളി, സൂപ്പർ. യെസ്, എല്ലാവരും ഹാപ്പി അല്ലേ? വന്ന പാടെ തന്നെ വയറുറച്ച് ഭക്ഷണം കഴിച്ച്. ഭക്ഷണത്തിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം എന്താ വെച്ചാൽ നല്ല വിശപ്പുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ വേഗം തന്നെ ഇത് കഴിച്ചു. പക്ഷേ വേറെ പല ഭക്ഷണം കഴിക്കുമ്പോൾ വീഡിയോസൊക്കെ തയ്യാറാക്കാം. നല്ല ഒരു വൈബാണ്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് യാത്ര ചെയ്ത് അലയാണ്ട്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നോ എറണാകുളത്തു നിന്നൊക്കെ വരുന്നവർക്ക് ഒരുപാട് യാത്ര ചെയ്ത് മടുപ്പില്ലാതെ എത്തിച്ചേരാവുന്ന സ്ഥലം. ബാക്കി വിശേഷങ്ങളൊക്കെ ചെക്ക് ഇൻ ചെയ്തിട്ട് പറയാം. രാവിലെ ഇതേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം അദ്ദേഹം ചെറിയ ട്രക്കിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ തന്നെ ഒരു രക്ഷയില്ലാട്ടോ. ഇവിടെ വരുന്നവർക്ക് ഇതേ ക്രിക്കറ്റോ ഫുട്ബോളൊക്കെ കളിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഗ്രൗണ്ട് വളരെ വലിയ റിസോർട്ടാണ്. വളരെ വലുതെന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിന് ഏരിയയിൽ ഇങ്ങനെ പരന്ന് കിടക്കുന്ന സ്ഥലമാണ്. വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവരുടെ മാനേജേഴ്സിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ റിസോർട്ടിൽ നിന്ന് ഒരു 300, 400, 500 മീറ്റർ നടന്നു കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ഞാൻ ഫ്രണ്ട്സൊക്കെ നടന്ന് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് മൂലമറ്റം പവർ സ്റ്റേഷനൊക്കെ കാണാൻ സാധിക്കും. തന്നെയല്ല എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയുടെ 360 ഡിഗ്രിയിലുള്ളൊരു വ്യൂ കിട്ടുമെന്നുള്ളതാണ്. ഇതിന് മുമ്പ് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ അടുത്തുള്ള റിസോർട്ടൊക്കെ അന്ന് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കോവിഡ് ടൈമിൽ കേട്ടോ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ വഴി കടന്നു പോകുമ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ അത് വലിയൊരു നഷ്ടം തന്നെയാണത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ റിസോർട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. എറണാകുളത്ത് നിന്ന് ഒരു 3 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എത്താവുന്നതാണ് കേട്ടോ. വളരെയധികം പ്രൈവസി ഉണ്ട്. അപ്പോൾ ഞാനും ഫ്രണ്ട്സൊക്കെ വന്നിട്ട് ഇന്നലെയൊക്കെ ഗാനമേള. ഒപ്പം തന്നെ വളരെ രുചികരമായിട്ടുള്ള ഭക്ഷണം, അത് ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ, ലഞ്ച് ആയിക്കോട്ടെ, ഡിന്നർ ആയിക്കോട്ടെ, എല്ലാം അടിപൊളി ഭക്ഷണമാണ്. ഒപ്പം തന്നെ പ്രൈവസി എന്ന് പറഞ്ഞാൽ തന്നെ പ്രൈവസി പോലെ തന്നെ നമ്മൾ ചെറിയ മക്കളൊക്കെ ആയിട്ട് യാത്ര ചെയ്യണമെങ്കിൽ തന്നെ അവർക്ക് കളിക്കാനും ഉല്ലസിക്കാനുള്ള ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ വലിയവർക്കും ബോട്ടിങ്ങും അതുപോലെ തന്നെ സാധാരണ റിസോർട്ടുകളിൽ പോയി നമ്മൾ താമസിക്കുക എന്നതിനേക്കാൾ ഉപരി ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ പ്രകൃതിയുടെ ഭംഗിയൊക്കെ ശരിക്കും ആസ്വദിച്ച് ശരിക്കും ഒന്ന് റിലാക്സ് ചെയ്യാന്നുള്ളതാണ്. നല്ല ഫ്രഷ് എയർ, നെറ്റ്വർക്കൊക്കെ ഉണ്ട് കേട്ടോ. മൊബൈൽ നെറ്റ്വർക്ക് ഉണ്ട്. ചില സ്ഥലങ്ങളിൽ ഇവിടെ ചില റിസോർട്ട് അത്ര വലിയ ഏരിയയിലാണ് കിടക്കുന്നതിൻ്റെ പേരിൽ ചില സ്ഥലത്ത് മൊബൈൽ നെറ്റ്വർക്ക് കിട്ടുന്നില്ലെങ്കിലും പക്ഷേ വൈഫൈ അവൈലബിൾ ആണ്. നല്ല സ്പീഡ് നെറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ. അപ്പോൾ ഞാനിപ്പോൾ വന്ന സമയത്ത് നിങ്ങൾ വരുമ്പോൾ ഇതിൽ നല്ല കാഴ്ചകൾ കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ വന്നപ്പോൾ നല്ല മഴയുണ്ട്, ലൈറ്റ്നിങ് ഉണ്ട്. അതിൻ്റെ പേരിൽ പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് ചാടി പോവുകയാണ്. ഇതാണ് നമ്മുടെ പാട്ടുകാരണ്ട നവി. എന്താണ് ശരിക്കും റിലാക്സ് ആയി, അടിപൊളി. തൊണ്ടക്ക് വയ്യാണ്ടായി. ഞങ്ങൾ ഇന്നലെ പാട്ടുകളോട് പാട്ട് കച്ചേരി അറിഞ്ഞ് ഇത് നമുക്ക് എന്താ പറയുക കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഉള്ളതിന്റെ വിലാണ്. ശരിക്കുമോനെ പറയും എങ്ങനെയുണ്ട്? യെസ്, ഇതൊക്കെ കോട കയറി പോകണമെങ്കിൽ സുഹേലിന്റെ ബാക്കിൽ നോക്കിയാണ് കണ്ടില്ലേ, കോട കയറി പോകുന്ന കാഴ്ചകളാണ്. അൻസാർക്ക് ആഷിയാസ്ക എന്തല്ലോ? എല്ലാവർക്കും പൊതുവെ ഒരു സംസാരമുണ്ട്, വ്ളോഗർമാരൊക്കെ അടിപൊളി എന്ന് പറയുന്നുള്ളത്. ഈ അടിപൊളിനെ നമ്മൾ അടിപൊളി എന്നല്ലാണ്ട് വേറെ എന്താ പറയാൻ പറ്റുമോ? എന്തായാലും നല്ലൊരു വൈബ്. ഇതിപ്പോൾ കണ്ടില്ലേ, എല്ലാവരും അഭിപ്രായങ്ങൾ നമ്മൾ എടുത്ത് ഇങ്ങനെ ക്യാമറ തിരിക്കുന്നത് നോക്കിയാൽ ഇതിനകത്ത് ഒന്നും പറയാനില്ല കേട്ടോ. അപ്പം നിങ്ങൾ വരുന്ന സമയത്ത് രാവിലെ ഞാൻ പറഞ്ഞില്ല ഒരു 300 മീറ്റർ 400 മീറ്റർ നടന്ന് കയറി വന്നു കഴിഞ്ഞാൽ ആയി. എൻ്റെ ചുറ്റോടെ കാഴ്ചകൾ നോക്കിയാൽ ഒന്നും പറയാനില്ല. ഞങ്ങളുടെ കൂട്ടത്തിലെ ദുൽഖർ സൽമാനാണ് ഇപ്പം കൈ വിരിച്ച് നിൽക്കുന്നത്. Thank you.
ഞങ്ങളുടെ കൂട്ടത്തിലെ എവർഗ്രീൻ പ്രേം നസീർ. ആ ഡയലോഗ് തന്നെ അശോഭ. അയ്യോ, അത് ഉമ്മർക്കാടായിരുന്നു, നസീർക്കാട്. ആ അടിപൊളി. ഇത് നമ്മുടെ നവി നല്ല ഇടിപൊളി ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് കാണാം. ദുൽഖർ സൽമാൻ അതീവ സാഹസികമായിട്ട് നിൽക്കണ കാഴ്ച കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ റിസോർട്ടിൽ ലാലേട്ടൻ്റെ പടങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടൊവിനോ തോമസ് ഒക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു വ്യൂ പോയിന്റ് രക്ഷയില്ല. പക്ഷെ നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഇതും ഒന്ന് കയറുന്ന എടുക്കരുതിട്ടാ. ദുൽഖർ സൽമാൻ നമ്മുടെ അതിർവരമ്പുകൾ ഭേദിക്കുന്നു. ജാക്ക് കം ബാക്ക് എന്ന് പറഞ്ഞൊരു ദുൽഖർ ഡിക്യു കം ബാക്ക് കേട്ടോ. നിങ്ങൾ നമ്മളൊരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ ചെല്ലുമ്പോൾ ഏത് ടൂറിസ്റ്റ് സ്ഥലത്തായാലും വളരെ കെയർഫുള്ളായിരിക്കണം. ഭയങ്കര കാറ്റുണ്ട്, ശബ്ദം എത്രമാത്രം കിട്ടുമെന്ന് അറിഞ്ഞൂടെ കണ്ടോ. പക്ഷെ ഭയങ്കര രസമാണ് കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോസൊക്കെ എവിടെ നിന്ന് ഷൂട്ട് ചെയ്ത് നമ്മുടെ പേരെന്ന് പറഞ്ഞേ? വീട് എവിടെ? ഡാമിൻ്റെ താഴെയുള്ളവരാണ് കേട്ടോ. കണ്ടില്ല, ഐവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് നോക്കിയേ. യെസ്. അപ്പോൾ ദേ മുകളിൽ വന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും താഴേക്ക് ഇറങ്ങിയാണ്. മഴ തുടങ്ങി ഇവിടെ. ക്ലൈമറ്റ് ഓരോ അരമണിക്കൂർ കൂടുമ്പോൾ ക്ലൈമറ്റ് മാറും. വെയിൽ വരും, മഴ വരും. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ മഴ കാരണം കൊണ്ട് കുട ചൂടി നടക്കല്ലേ, ചിലപ്പോൾ ഒരു അരമുക്കാൽ മണിക്കൂർ കഴിയുമ്പോഴേക്കും നല്ല കോടമഞ്ഞ് ഒന്ന് മൂടിപ്പോയി. ഇപ്പോൾ ഈ പുല്ല് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ, ഇപ്പോൾ ബാക്കിലുള്ളവരെ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ മൂടിപ്പോകും. ചിലപ്പോൾ അത് വെയിലായിട്ട് മാറും. അങ്ങനെയൊക്കെയാണ്. അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ഓരോ റിസോർട്ടുകളൊക്കെ തേടി യാത്രകൾ ചെയ്യുന്നത്, ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്നതൊക്കെ. അപ്പോൾ അതാണ്. അപ്പോൾ വിദേശ രാജ്യങ്ങൾ മാത്രമല്ല കേട്ടോ, നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മുടെ എറണാകുളത്തിനും തൃശ്ശൂരിനൊക്കെ ചുറ്റുവട്ടത്ത് തന്നെ ധാരാളം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല നല്ല റിസോർട്ടുകളും പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഇവിടെ മാത്രമല്ല കേട്ടോ, ഇതിപ്പോൾ തിരുവനന്തപുരത്ത് പോയാലുണ്ട്, നമ്മൾ കാസർഗോഡ് പോയാലുണ്ട്. എല്ലാ സ്ഥലത്തും നമ്മുടെ കേരളം അത്ര മനോഹരമാണ്. അപ്പോൾ നിങ്ങളുടെ ഒഴിവ് പോലെ പരമാവധി യാത്രകൾ ചെയ്യാനായിട്ട് നോക്കുക. ട്രക്കിങ്ങിനൊക്കെ ശേഷം നമ്മൾ ഇവിടുത്തെ ഫാം കാണാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ തന്നെ ഒരു കൃഷി ചെയ്യുന്ന കുറേ ഐറ്റംസ് കൊണ്ട് കുക്ക് ചെയ്യുന്ന ഭക്ഷണങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും മനോഹരമായിട്ടുള്ള ഫാം കാണാൻ തീരുമാനിച്ച് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെ, നമ്മൾ പോയ കുന്ന് അതാണ്, ട്രക്കിങ്ങിൻ്റെ കണ്ടില്ലേ, വിരൽ ചൂണ്ടുമ്പോൾ നമുക്ക് അറിയാൻ കണ്ടില്ലേ. അതിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ ആ കാഴ്ചകൾ കണ്ടെങ്കിൽ ഇവിടെ അതെ എന്താ ഫാമൊക്കെ അതിമനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേ ഇത് നമ്മളിവിടെ ചുറ്റിക്കറങ്ങി കാണുകയാണ്. ഈ കുളമാവിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരു സ്ഥലത്ത് പോകുമ്പോൾ എന്താണ് ക്ലൈമറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ തണുപ്പ് അല്ലെങ്കിൽ ചൂടുന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ മൂടൽ മഞ്ഞുണ്ടെന്ന് പറയാം. പക്ഷേ ഇവിടെ ഇങ്ങനെ ഓരോ അരമണിക്കൂറിൽ ഇങ്ങനെ വെതർ മാറിക്കൊണ്ടിരിക്കും. ഇന്നതാണ് ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ 7 മണിക്ക് മഞ്ഞുണ്ടെന്ന് പറഞ്ഞിട്ട് നാളെ ഉണ്ടാവണമെന്നില്ല. നാളെ നേരത്തെ ചിലപ്പോൾ നല്ല വെയിലാവാം, ചിലപ്പോൾ നല്ല മഴയാവാം, അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഈ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എത്രമാത്രം ക്ലൈമറ്റ് മാറുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ വ്ളോഗിലുടനീളം നിങ്ങൾക്കത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ. നല്ലൊരു കശുമാവ് കണ്ടപ്പോൾ തോന്നി. ഇപ്പോൾ നമ്മുടെയൊക്കെ അവിടെ ഇപ്പോൾ കശുവണ്ടിയൊക്കെ കടയിൽ നിന്ന് മേടിച്ചില്ല കഴിക്കണത്. അപ്പോൾ പണ്ടൊക്കെ വീട്ടിൽ ഉമ്മിച്ച് ഈ പച്ച കശുവണ്ടി കൊണ്ട്
കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇവിടെ അത് പറഞ്ഞപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഷെഫ് ചേട്ടൻ റെഡിയാണ്. ആളപ്പം തന്നെ അതിൻ്റെ മുകളിൽ ഒരാളെ കയറ്റി പറിച്ച് ഇതേ കൊണ്ടുവന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ ഇപ്പം ഇനി ഓഫർ ചെയ്തേക്കണത് ഞങ്ങൾക്ക് ഉച്ചക്ക് ഈ പച്ചക്കശുവണ്ടി കൊണ്ട് കറി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞേക്കണത്. നവി എന്താ പറഞ്ഞേക്കണ ഓഫർ എന്താണ്? ഓഫർ അടിപൊളിയാണ്, സൂപ്പർ കറി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. യെസ്, ഇതാ കയ്യിലിത് കശുവണ്ടി ഇത് മുകളിലൊക്കെ കയറി പറിച്ചിട്ടുണ്ട് കേട്ടോ. അതേ കണ്ടില്ലേ, ഒരു കൊട്ട നിറച്ചും കശുവണ്ടി ഉണ്ട്. പച്ച കശുവണ്ടി എന്തുണ്ടാക്കാൻ പോണം നമ്മളിതുകൊണ്ട്? വറുത്തരച്ച കശുവണ്ടി കറി. എങ്ങനെ ഉണ്ടായിരിക്കും? സൂപ്പർ ആയിരിക്കുമോ? നല്ലതായിരിക്കും, ഗ്യാരണ്ടി. യെസ്. ബാലിച്ചേട്ടാ, ബാലിച്ചേട്ടൻ അവിടെ കശുവണ്ടി കച്ചവടം ഉണ്ട്. പക്ഷെ ഇങ്ങനെ കറി വെച്ച് കഴിച്ചിട്ടുണ്ടോ? ഇല്ല, പച്ച കശുവണ്ടി കഴിച്ചിട്ടില്ല. അപ്പോൾ ഷെഫ്, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നമ്മളിത് തയ്യാറാക്കിക്കോ, നമ്മളവിടെ വരാം. അത് നമുക്ക് കുക്ക് ചെയ്യണതൊക്കെ എങ്ങനെയാണ് നമുക്ക് നോക്കാം.